രമേശ്, ഈ മതപരിവർത്തനം നടത്തി സംവരണ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിലക്ക് തന്നെ വന്നിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. അത് വളരെ സുപ്രധാനമായ ഒരു വിധിയാണ്. സംവരണവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ വിധിയാണ്. അതായത് ഇനി മതപരിവർത്തനത്തിൻ്റെ ഒരു തോത് എങ്ങനെയാവും എന്നുള്ളതാണ് ഇനി വ്യാപകമായ മതപരിവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഉത്തരേന്ത്യയിലും ഇവിടെ കേരളത്തിലല്ല, ഞാൻ പറയുന്നത് ഉത്തരേന്ത്യൻ സാഹചര്യങ്ങളിൽ ഒരുപാട് മതപരിവർത്തനം നടക്കുന്നുണ്ട്. ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരാണ്. അപ്പം ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴും ഇവർക്ക് സംവരണം കിട്ടും, ഒപ്പം മറ്റ് ആനുകൂല്യങ്ങളെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് പോകുന്നതാണ്. അപ്പം ഇനി അതിനൊരു തടയിടുന്നു. ഇതിൽ ശ്രദ്ധേയമായ കാര്യം, പലരും മതപരിവർത്തനം നടത്തുമ്പോൾ അവർ സർട്ടിഫിക്കറ്റിൽ പഴയ മതത്തിൽ തന്നെ തുടരുകയും എന്നാൽ ജീവിതത്തിൽ മറ്റേ മതം സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനൊരു കോൺട്രഡിക്ഷൻ ഇപ്പോഴും ഉണ്ടാവും. അവർ ഈ സുപ്രീം കോടതി വിധി പ്രകാരം പോലും ഈ സർട്ടിഫിക്കറ്റുകളിൽ മറ്റേ മതം തുടരുകയും അവരെ അതെങ്ങനെയാണ് എന്ന് വ്യക്തത, അതിലാണ് ഇനി കൂടുതൽ വ്യക്തത വരേണ്ടത്. അതിലും കൂടെ സുപ്രീം കോടതി ഒരു വ്യക്തത വരികയാണ്. അങ്ങനെ പറ്റത്തില്ല, ഇങ്ങനെ സർട്ടിഫിക്കറ്റിൽ ഇതിൽ കോൺട്രഡിക്ഷൻ, നമുക്ക് പരാതിയൊക്കെ പെടാമല്ലോ, നമ്മുടെ പരാതിയൊക്കെ വന്നാൽ അത് പരിശോധിച്ച് മാറ്റം വരുത്തണമെന്ന് അങ്ങനൊരു ക്ലാരിറ്റിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകും. കൂടുതലും പേരും ക്രിസ്തുമതത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതെ അതെ, ക്രിസ്തുമതത്തിലേക്ക് മാറുന്ന പലരും തെരഞ്ഞെടുപ്പുകളിൽ പോലും പഴയ സർട്ടിഫിക്കറ്റ് വെച്ച് ചർച്ച ചെയ്യുക, അത് ഒരുപാട് വിവാദങ്ങളാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഈ വിധി വന്നിരിക്കുന്നു. ഇത് വളരെ ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദു, സിഖ് തുടങ്ങിയ മതങ്ങളിലുള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ വേറെ മതങ്ങളിലുള്ളവർക്ക് മാത്രമേ ഈ സംവരണ ആനുകൂല്യം കിട്ടുള്ളൂ. അങ്ങനെ ഒരാൾ ഈ വ്യത്യസ്തമായൊരു മതത്തിലേക്ക് പോയി സംവരണ ആനുകൂല്യം നഷ്ടപ്പെട്ടാൽ തിരിച്ചു വന്നാൽ ഇതിനുള്ള അർഹതയുണ്ട് എന്ന തരത്തിലേക്കാണ് ഇതിന്റെ വ്യാഖ്യാനങ്ങളും വിലയിരുത്തലുകളും പോകുന്നത്. അപ്പോൾ അതൊരു നമ്മൾ ഇപ്പൊ കേൾക്കുന്ന ഒരു പേരാണ് ഘർ വാപ്പസി. പോയവർക്ക് മറ്റു മതങ്ങളിലേക്ക് പോയത് തിരിച്ചു വരാം, അതിനുള്ള സാധ്യത പോലും. അപ്പൊ കാരണം സംവരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു വലിയ പ്രധാനപ്പെട്ട അധികാരത്തിൽ പങ്കാളിത്തമല്ല. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് ആനുകൂല്യങ്ങൾ കിട്ടും, നമുക്ക് പഠിക്കാൻ നല്ല നല്ലൊരു മിടുക്കരായ കുടുംബത്തിലുള്ളവർക്ക് ഒരുപാട് സാധ്യതകൾ അത് തുറന്നു നൽകും, ജോലി കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇല്ലാതാവുന്നു. അപ്പം നമ്മൾ മതപരിവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടത്തിനപ്പുറത്തേക്കാണ് ഈ സംവരണം നൽകുന്ന സാധ്യതകൾ മിടുക്കന്മാർക്ക്. അപ്പോൾ ആ സാധ്യതകൾക്ക് വേണ്ടി ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ തിരിച്ചു വരാൻ പോലും വഴിയൊരുക്കുന്ന തരത്തിലേക്കാണ് സുപ്രീം കോടതിയുടെ വിധി വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അപ്പോഴും ഇത് ഒരുപാട് കൺഫ്യൂഷൻസ് ഇത് നിലനിൽക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റിൽ മാറ്റാതെ ഒരു ക്രിസ്തുമതം സ്വീകരിച്ചാൽ അവർക്ക് സംവരണത്തിന് ആനുകൂല്യം ഉണ്ടാവുമോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. കേരളത്തിൽ ഈ പരിവർത്തിത ക്രൈസ്തവർ എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. ഇവർക്ക് സംവരണ ആനുകൂല്യം ഉണ്ടായിരുന്നു, പക്ഷേ സംവരണം കുറവാണ്. മാത്രമല്ല കേരളത്തിൽ അവർക്ക് പരിവർത്തിത ക്രൈസ്തവർക്ക് ഒരു വികസന കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. ഈ പല സംസ്ഥാനങ്ങളും നിയമങ്ങളിലൂടെ ഇത്തരം സംവരണങ്ങൾ കൊടുക്കാറുണ്ട്, മറ്റ് പല മതവിഭാഗങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. കേരളത്തിലുണ്ട്, പല സംസ്ഥാനങ്ങളും നമ്മളിത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ മതാടിസ്ഥാനത്തിൽ മാത്രമാണ് സംവരണം എന്ന ഒരു അടിസ്ഥാന ചട്ടക്കൂടിലേക്കാണ് ഈ വിധി കൊണ്ടുപോകുന്നത്. അപ്പം ഇനി അത്തരം സംവരണങ്ങളുടെ കാലം ഒക്കെ ഈ ചോദ്യം ചെയ്യപ്പെടാം ഇനി വരും ദിവസങ്ങളിലെന്ന് വേണം ഇത് വിലയിരുത്താൻ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഇപ്പോൾ നമ്മുടെ നാടാർ സമുദായത്തിനിടയിൽ നാടാർ ക്രിസ്ത്യൻ, നാടാർ ഹിന്ദു ഉണ്ട്. ഒരു വീട്ടിൽ തന്നെ സഹോദരങ്ങൾ രണ്ടായിരിക്കും, അല്ലെങ്കിൽ വലിയച്ഛൻ്റെ മക്കള്, വലിയച്ഛൻ, അങ്ങനെ അച്ഛനും ഒരു സഹോദരന്മാരെ 3 പേര് 3 സ്ഥലത്ത് നിൽക്കുന്ന അവസ്ഥകളുണ്ട്. ചിലർ ഹിന്ദുക്കളായിരിക്കും, ചിലർ ക്രിസ്ത്യാനികളായിരിക്കും. ഹിന്ദുക്കളായാലും അവർക്ക് സംവരണം കിട്ടും. പക്ഷേ ക്രിസ്ത്യാനികളായവരും നിലവിൽ സംവരണ ആനുകൂല്യങ്ങൾ പറ്റുന്നുണ്ട്. അവർ സർട്ടിഫിക്കറ്റിൽ മാറ്റം വരുത്താതെയും പല രീതികളിലൂടെയും ഒക്കെ. ഇനി അതിന്റെ ഭാവി എങ്ങനെയാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഇത് പരാതിപ്പെട്ടാൽ, തെരഞ്ഞെടുപ്പ് ഇപ്പം തന്നെ നമുക്കറിയാം, ദേവികുളം MLA-ക്കെതിരായ കേസ്, രാജയ്ക്കെതിരായ കേസ് സമാന സ്വഭാവമുള്ള കേസാണ്. അദ്ദേഹം ക്രിസ്തു മതവിശ്വാസിയാണെന്നും അല്ല ഹിന്ദു ആണെന്ന് അദ്ദേഹവും വാദിക്കുന്ന ഒരു കേസ്. ഇതിൽ രേഖകളൊക്കെ നോക്കിയിട്ടാണ് അദ്ദേഹത്തിന് വിവാഹം വരെ പരിശോധിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ഒരു തെളിവ് വെച്ചിട്ട് ഇവർ പള്ളിയിൽ പോകുന്നവരാണെന്ന തരത്തിൽ ആരെങ്കിലും പരാതി കൊടുത്താൽ ഇവരുടെ സംവരണ ആനുകൂല്യം നഷ്ടമാകുമോ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും ഈ വിധി. കറക്റ്റ്. ഇതിന് മുൻകാല പ്രാബല്യം വരുമോ എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. ഈ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് ജോലി നേടിയവരും അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഒരുപാട് പേരുണ്ട്. അത് നമ്മൾ തെളിവ് സാധ്യത ഇവർ പള്ളിയിലാണ് പോകുന്നതെന്നൊക്കെ തെളിയിച്ച് കഴിഞ്ഞാൽ ഇവരെ ജോലിയും ഇവരെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടാൽ അത് വലിയൊരു പ്രശ്നമായി മാറും. പ്രത്യേകിച്ച് കേരളത്തിൽ. നോർത്ത് ഇന്ത്യയിലൊന്നും അതൊരു വലിയ പ്രശ്നമാവില്ലെങ്കിലും കേരളം പോലൊരു സ്ഥലത്ത് ഈ വിധിയുടെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുന്ന അടുത്ത സർക്കാരിന് ഇതൊരു വലിയ വെല്ലുവിളിയായിട്ട് മാറും. അതായത് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം, ഈ
വലിയ കൂടിയ ഈ ക്രിസ്തുമതത്തിൽ തന്നെ സംവരണാനുകൂല്യം ഇല്ലാത്ത വിഭാഗങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന ആളുകളുണ്ട്, മതം മാറുന്ന ആളുകളുണ്ട്. അവരൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അതെ, എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കലും പറഞ്ഞു, അദ്ദേഹം ഈ ദളിത് മേഖലയിൽ പ്രവർത്തിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സംവരണത്തിൻ്റെ പേരിലുള്ള ഏറ്റവും അധികം തട്ടിപ്പുകൾ നടക്കുന്നത് ST മേഖലയിലാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ല, ഷെഡ്യൂൾഡ് ട്രൈബ് മേഖലയിലാണ്. അതിന് ട്രൈബ് സമുദായങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഇപ്പോഴും പലർക്കും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ ട്രൈബ് മേഖലയിൽ അങ്ങനെ ഒരു ചില പ്രത്യേക സമുദായക്കാർ, അവർ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഉണ്ട് അത്ര. അത് മറ്റവരെക്കാളും കൂടുതലാണ്, നമ്മുടെ കാസ്റ്റിൽപ്പെട്ടവരെക്കാളും ട്രൈബിൽ ഒരുപാട് കൂടുതൽ ഉള്ളവരുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ശരിക്കും നമ്മൾ അധികൃതർക്ക് പോലും കൃത്യമായ വലിയ ധാരണ ഇല്ല എന്ന് പറയുന്നത്. അതെ, ഇപ്പം തന്നെ ST എന്ന് പറയുന്ന വിഭാഗത്തിലെ പല PSC ജോബുകളിലും ആളുകളെയൊക്കെ കിട്ടാതെ, ഞാൻ പറഞ്ഞ വലിയ വലിയ തസ്തികകളിൽ ഇപ്പോഴും അത് ഫില്ല് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പം ഇത്തരം ഒരു നിയമം കൂടെ വരുമ്പോൾ അതെല്ലാം വെറുതെ വേസ്റ്റായിട്ട് ആ സംവരണാനുകൂല്യത്തിന് ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ട് കേരളത്തിൽ നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ കൂടെ വന്നിട്ട് അവരിവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ അന്ന് ഒരുപാട് പേര് കൺവെൻഷൻ നടത്തിയിട്ടുണ്ട് അവർ. നമ്മളൊക്കെ കന്യാകുമാരി ജില്ല, ഇപ്പോഴും കന്യാകുമാരി ജില്ല എന്താണ് ഒരു ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള സ്ഥലമാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അവർ അതുപോലെ നമ്മുടെ നാട്ടിൽ നമുക്ക് തിരുവനന്തപുരത്ത് തിരുവിതാംകൂറിൽ വലിയ തോതിൽ വ്യാപാര തോതിൽ മതമാറ്റം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അന്ന് സംഭവിച്ചത് ഈ പിന്നോക്ക ജാതി, താഴ്ന്ന ജാതിക്കാരാണെന്ന് പറഞ്ഞ് അവഹേളിച്ചിരുന്ന ആളല്ല ക്രിസ്ത്യാനി അതോടുകൂടി ആ അസ്പൃശ്യത, പ്രത്യേകിച്ച് നാടാർ സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ ഒരു വലിയ പരിവർത്തനം ഉണ്ടായത്. മാത്രമല്ല ആ സമുദായത്തിൽ വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആളുണ്ട്. വിദ്യാഭ്യാസപരമായി ഇപ്പോഴും അന്നും ഉയർന്ന നിലവാരം പുറത്തുള്ള സമുദായം തന്നെയാണ്. അപ്പോൾ അവരെയൊക്കെ ഈ വിധി എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. അത് സർക്കാരിന്, പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാരിന്, ഇനി വരുന്ന സർക്കാരിന് ഇതൊരു വെല്ലുവിളിയായിരിക്കും. ഇതെങ്ങനെയാണ് ഈ വിധിയെ അനുകൂലിക്കുന്നവർ ഇതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? അവർ ഇനി പള്ളിയിൽ പോകുന്നവരെ കണ്ടാൽ അവിടെ തന്നെ പരാതി കൊടുക്കുക, അവരെ വീഡിയോ എടുക്കുക, ഇവർ പള്ളിയിൽ പോകുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എളുപ്പമാണ് ഇത് തെളിയിക്കുക. ഇവർ പള്ളിയിൽ പോകുന്നവരാണ്, പള്ളിയിൽ പ്രാർത്ഥന കൂടുന്നുണ്ട്, പള്ളിയിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊരു വലിയ വിഷയമാക്കി മാറ്റാൻ തീർച്ചയായും സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഒരു ഹൈന്ദവവൽക്കരണത്തിൻ്റെ കാലമാണെന്ന് പറയുന്ന കുറേ കൂട്ടരുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ ഈ വിധിയെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഘർ വാപ്പസി എന്ന് പറയുന്ന ആശയം, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ ആരും പോകാതിരിക്കുക എന്നൊക്കെ പറയുന്ന ബദൽ തന്ത്രങ്ങൾ വളരെ വ്യാപകമായിട്ട് തന്നെ നടപ്പാകും. അല്ല, ഇത് ഏതായാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സുപ്രധാനമായ വിധിയാണ്. അതെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾ അതിനു വേണ്ടി പ്രാധാന്യം ചർച്ചകൾ എല്ലാവരും ഇലക്ഷൻ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ ശരിക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തുന്ന നിർണായകമായ മാറ്റങ്ങൾക്ക് വഴിവെക്കാനുള്ള മതത്തിലാണ് സംവരണം എന്ന് പറയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമുക്ക് ഭരണഘടനയൊക്കെ വന്നതിന് ശേഷം എല്ലാ വിഭാഗങ്ങൾക്കും ഭരണത്തിൽ പങ്കാളിത്തം പറഞ്ഞു. അന്ന് പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ടവർക്ക് ആവശ്യത്തിന് ഭരണത്തിൽ പങ്കാളിത്തം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് അന്ന് സംവരണം കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അത് പിന്നീട് പലപ്പോഴും ദുരുപയോഗപ്പെടുന്നു എന്ന് സുപ്രീം കോടതി കൂടെ ബോധ്യമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരം നിർണായകമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏതായാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ മതപരിവർത്തനത്തിന് ഒരുപക്ഷെ ഇത് വലിയ തോതിലുള്ള, അതേപോലെ തന്നെ സാമ്പത്തിക സംവരണം എന്ന ആവശ്യം എല്ലാ വിഭാഗക്കാരും ഉയർത്താൻ. അതെ, ഈ മതം മാറിപ്പോയ ആളുകളുണ്ടല്ലോ, അവർ പോലും സാമ്പത്തിക സംവരണമാണ് നല്ലതെന്ന്, മതം മാറിപ്പോയിട്ട് പലരുടെയും ജീവിത നിലവാരം ഉയരാത്തവരുണ്ട്. അവർ പോലും ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന ആവശ്യം വീണ്ടും കൂടുതലായിട്ട് ഉന്നയിക്കാനുള്ള സാധ്യത ഇതിലുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്ത് പോയി, അതായത് തെരഞ്ഞെടുപ്പിൽ ഇത് ബാധിക്കാനുള്ള സാധ്യത കാണുന്നില്ല എങ്കിൽ പോലും അടുത്ത് വരുന്ന സർക്കാർ, രമേശ് പറഞ്ഞില്ല, അടുത്ത് വരുന്ന സർക്കാർ തീർച്ചയായും ഇതിൻ്റെ പരിണത ഫലം എന്താണെന്നുള്ള അവരത് നേരിടേണ്ടി വരും.